Hello everyone, welcome back to Learn Wise. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് LPSC 004 എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പ്രീ മോഡേൺ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏഷ്യൻ പീരീഡിൽ ഇന്ത്യയിൽ ആ ഒരു രാഷ്ട്രീയ ചിന്താഗതി എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏഷ്യൻ ലിറ്ററേച്ചേഴ്സ് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ മനുസ്മൃതിയിൽ ഏത് രീതിയിലായിരുന്നു രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടായിരുന്നത്, ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അർത്ഥശാസ്ത്രം നോക്കി, സംഘം ലിറ്ററേച്ചർ നോക്കി, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സ് ഒക്കെ നോക്കി. അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്, ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന പല ആശയങ്ങളും നമ്മളുടെ വെൽഫെയർ സ്റ്റേറ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പബ്ലിക് ഒപ്പീനിയൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പല കോൺസെപ്റ്റുകളും, ഈവൻ ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വരെ ഇന്ത്യയിൽ ആ ഒരു ഏഷ്യൻ പീരിയഡിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടിരുന്നോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഒരു ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഏഷ്യൻ പീരിയഡിലെ പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത് എങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മുടെ മിഡീവൽ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ആ ഒരു രാഷ്ട്രീയ ചിന്താഗതി എന്തായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഇപ്പം മിഡീവൽ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മിഡീവൽ കാലഘട്ടത്തിൽ ആരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? മുസ്ലിം ഭരണകൂടമാണ് അല്ലെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത്. അപ്പം ആ ഒരു മുസ്ലിം ഭരണകൂടം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചിന്താഗതിയെ ആ ഒരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ഇന്ത്യയിലായാലും ആ ഒരു കാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികളുടെ ആ ഒരു രാഷ്ട്രീയ ചിന്തയിൽ പലപ്പോഴും ആ ഒരു ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ അവസാനത്തെ പ്രോഫറ്റ് ആയിട്ടുള്ള മുഹമ്മദ് നബിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഖുർആനും ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിന്താഗതിയാണ്, ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ് ഇസ്ലാമിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇസ്ലാമിലെ തന്നെ ആ ഒരു ബേസിക് ലോ എന്ന് പറയുന്നത് എന്താണ്? ശരീഅത്താണ്. അപ്പം ശരീഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിലെയും അതുപോലെ തന്നെ ഹദീസിലെയും പല നിയമങ്ങളും ആ ഒരു ഹദീസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമ സംഹിത, ഒരു സംഹിത എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു നിയമത്തെയാണ് നമ്മൾ ശരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടില് അവരുടെ ആ ഒരു എല്ലാ കാര്യത്തിന്റെയും ഒരു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ ശരീഅത്താണ്. അപ്പം ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരിയായ നിയമങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കലാണ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇന്ത്യയിലെ ഈ ഒരു മധ്യകാലഘട്ടത്തില് മുസ്ലിം ഭരണകൂടമാണ് ഭരണം നടത്തിയിട്ടുള്ളത് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ പല കാര്യങ്ങളും ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ ചിന്താഗതിയില് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചിന്താഗതിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ എവിഡൻസുകളും അതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വർക്ക്സിലൂടെയാണ്. അതിലൊന്ന് ഫത്വാഹി ജഹാൻദാരിയാണ്, മറ്റൊന്ന് ഐനി അക്ബരി. ഐനി അക്ബരി എഴുതിയിട്ടുള്ളത് അബുൽ ഫസലാണ്. ഫത്വാഹി ജഹാൻദാരിയുടെ ഓദർ എന്ന് പറയുന്നത് ഖ്വാജ സിയാഉദ്ദീൻ ബറാനിയാണ്. അപ്പൊ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫത്വാഹി ജഹാൻദാരിയിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ആ ഒരു രാഷ്ട്രീയ ചിന്താഗതിയും അതേപോലെ തന്നെ ഐനി അക്ബരിയിലൂടെ അബുൽ ഫസൽ പറയുന്ന ആ ഒരു രാഷ്ട്രീയ ചിന്താഗതിയും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ടുപേർക്കും രണ്ട് വ്യൂ ആണുള്ളത്. അപ്പം ഇവിടെ ഫത്വാഹി ജഹാൻദാരിയിലെ കർശനമായിട്ടും ഈ ഒരു ശരീഅ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ഭരണത്തെയാണ് സിയാഉദ്ദീൻ ബറാനി പറയുന്നത്. എന്നാൽ നമ്മള് അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലേക്ക് വരുമ്പം അവിടെ കുറച്ചുകൂടി ജനാധിപത്യ രീതിയിലാണ് അദ്ദേഹം സമീപിക്കുന്നത്. ഒരു മൊത്തം എല്ലാ മതങ്ങളോടും ഒരു സഹിഷ്ണുതാ മനോഭാവം എന്നുള്ളതാണ് അബുൽ ഫസലിന്റെ ഒരു രീതി. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ രണ്ട് വേർബ്സും ആണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫത്വാഹി ജഹാൻദാരി നോക്കാം. അപ്പം ഫത്വാഹി ജഹാൻദാരി എഴുതിയിട്ടുള്ളത് ഖ്വാജ സിയാഉദ്ദീൻ ബറാനിയാണ്.
ബറാനി ഈ ഒരു വർക്കിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു രാജാധികാരത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റുകളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. സോ ബറാനിയെ സംബന്ധിച്ചിടത്തോളം രാജാവ് എന്ന് പറയുന്നത് ഭൂമിയിലെ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയാണ് എന്നുള്ളതാണ്. അപ്പം ഭൂമിയിലേക്ക് ദൈവം അയച്ചിട്ടുള്ളതാണ് രാജാവിന്. അദ്ദേഹത്തിന്റെ ഒരു ദൈവത്തിന്റെ ഭൂമിയിലെ റെപ്രസെന്റേറ്റീവ് ആണ് കിങ് എന്നുള്ളതാണ് സിയാവുദ്ദീൻ ബറാനിയുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. The king, as a representative of God on earth, is considered as the source of all powers and functions of the state. So, ഈ ഒരു കിങ് ആണ് സ്റ്റേറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു സോഴ്സ് എന്ന് പറയുന്നത്. എല്ലാ പവറും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഈ ഒരു രാജാവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സോ ഇവിടെ ബറാനി പറയുന്നത് എന്താണ്? ഗോഡിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ആര്? കിങ് എന്നുള്ളത്. കിങ്ങിനാണ് അവിടെ എല്ലാ അധികാരങ്ങളും ഉള്ളത്. അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എല്ലാ പവേഴ്സും എല്ലാ നിയന്ത്രണങ്ങളും ആരുടെ കൈവശാണുള്ളത്? രാജാവിന്റെ കൈവശാണുള്ളത്. Barani is of the opinion that whatever means the king adopts to discharge his duties is justified so long as his aim is the service of religion. അപ്പം ഇവിടെ ബറാനി പറയുന്ന ഒരു കാര്യം, അപ്പം ഒരു രാജാവിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ഓഫ് ദ റിലീജിയൻ എന്നുള്ളതാണ്. അതായത് ആ ഒരു മതത്തെ സെർവ് ചെയ്യുക അഥവാ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജാവിന്റെ ഒരു മെയിൻ ഡ്യൂട്ടി ആയിട്ട് ബറാനി പറയുന്നത്. സോ ഈ ഒരു മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മതത്തിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജാവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാം. സോ ഈ ഒരു പേരൊരു കൊണ്ട്, അതായത് മതത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ന്യായീകരിക്കപ്പെടും എന്നുള്ളതാണ് ബറാനി പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? It is the duty of the sultans before they have made up their minds about an enterprise of policy and publish it among the people to reflect carefully on the likelihood of success and failure as well as its effects on their position, on the religion and the state and on the army. രാജാവ് ഇപ്പം ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പദ്ധതി പ്രകാരം ഉണ്ടാവുന്ന പരാജയങ്ങളെ കുറിച്ചിട്ടും അതിന്റെ വിജയ സാധ്യതകളെ കുറിച്ചിട്ടും ഒക്കെ രാജാവിന് കൃത്യമായിട്ടുള്ള ഒരു ബോധം വേണമെന്നുള്ളതാണ് ബറാനി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി രാജ്യത്തിനെയും അതോടൊപ്പം തന്നെ ആ ഒരു മതത്തിനെയും അതേപോലെ തന്നെ ഈ ഒരു ആർമിയെയും ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു ധാരണ രാജാവിന് വേണമെന്നുള്ള ഒരു കാര്യം കൂടി ബറാനി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പം ബറാനി പറയുന്നത് എന്താണ്? ഒരു രാജാവ് അദ്ദേഹം ആ ഒരു ദൈവത്തിനോട് കൂടുതൽ അടുക്കണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. രാജ്യത്തിന്റെ ക്ഷേമത്തിനും മതത്തിന്റെ ഒരു എന്താണ് സംരക്ഷണവും നല്ലപോലെ നടത്തിയാൽ മാത്രമേ രാജാവ് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കൂ എന്നുള്ളൊരു കാര്യം കൂടി ബറാനി ഇവിടെ പറയുന്നുണ്ട്. Then welfare of religion and state should be the main aim of a good ruler. പിന്നെ ഒരു ഗുഡ് റൂളറിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ബറാനി പറയുന്നത് റിലീജിയന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെയും വെൽഫെയർ ആയിരിക്കണം. അതായത് മതത്തിന്റെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ ക്ഷേമത്തിനും വേണ്ടിയായിരിക്കണം ഒരു രാജാവ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ബറാനി ഇവിടെ പറയുന്നത്. ദെൻ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, രാജാവിന് പലപ്പോഴും പല കാര്യങ്ങളിലും ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് പല ജ്ഞാനികളുടെയും ആവശ്യകതയെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, വൈസ് മെൻസ് വേണം എന്നുള്ളൊരു കാര്യം കൂടി ബറാനി പറയുന്നുണ്ട്. ദെൻ ബ്യൂറോക്രസിയുടെ ആവശ്യകതയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ ബറാനി ഏത് തരത്തിലുള്ള ഒരു അരിസ്റ്റോക്രസിയാണ് അഡ്വക്കേറ്റ് ചെയ്ത് ചോദിച്ചാൽ അദ്ദേഹം ഒരു ബ്ലൂ ബ്ലഡ് അരിസ്റ്റോക്രസിയാണ് ബറാനി അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ബ്ലൂ ബ്ലഡ് അരിസ്റ്റോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹൈ ബോൺ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഗവൺമെന്റിന്റെ ഒരു ബ്യൂറോക്രസിയുടെ ഹൈ പോസ്റ്റുകളിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മാത്രമേ ബറാനി എന്താ അഡ്വക്കേറ്റ് ചെയ്യുന്നുള്ളൂ. മറിച്ച് ഈ ലോ ബോൺ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഹൈ പോസ്റ്റ് കൊടുക്കുന്നതിനോട് ബറാനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പും ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ ബ്ലഡ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു എന്താണ് അഡ്മിനിസ്ട്രേഷൻ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ബ്യൂറോക്രസി വേണം, അതിനൊരു ഹൈറാർക്കി വേണം. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റേറ്റിന്റെ കോമ്പോസിഷന്, സ്റ്റേറ്റിന്റെ ക്ലാസിഫിക്കേഷന്, നേച്ചറ് സ്റ്റേറ്റിന്റെ അല്ല
ബ്യൂറോക്രസിയുടെ കോമ്പോസിഷന്, ക്ലാസിഫിക്കേഷന്, നേച്ചർ, ബ്യൂറോക്രസിയും സുൽത്താനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ബ്യൂറോക്രസിയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബറാനി ഈ ഒരു ഫത്വാ-ഇ ജഹാൻദാരിയിലൂടെ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഹി ഈസ് എംഫാറ്റിക്കലി അഗൈൻസ്റ്റ് ദ പ്രൊമോഷൻ ഓഫ് ലോ ബോൺ മെൻ. നമ്മൾ പറഞ്ഞു അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹൈ ബോൺ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഹയർ പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ലോ ബോൺ ആയിട്ടുള്ള ആളുകൾ അദ്ദേഹം ഒരിക്കലും എന്താക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു രാജാവിന്റെ ആ ഒരു രാജ്യസന്നിധിയില് കൂടുതലായിട്ടും ഈ ഒരു ഹൈ ബോൺ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്കിൽ അവിടെ രാജാവിന്റെ കൂടെ ആ ഒരു ഹോണർ ആണ് ഉയർത്തപ്പെടുന്നത്. ഇനി അല്ല രാജാവ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോ ബോൺ ആയിട്ടുള്ള ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ രാജാവ് അപമാനിക്കപ്പെടുകയായിട്ടാണ് ലിയാവുദ്ദീൻ ബറാനി പറയുന്നത്. ദെൻ അദ്ദേഹം ഈ ഒരു കിങ്ഷിപ്പിന്റെ രണ്ട് പില്ലേഴ്സ് ആയിട്ട് പറയുന്നത് ഒന്ന് അഡ്മിനിസ്ട്രേഷനും രണ്ടാമത്തത് കോൺക്വസ്റ്റും ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും കോൺക്വസ്റ്റ് ആണെങ്കിലും അത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആർമി വേണം. സോ ഈ രണ്ട്, അതായത് ഈ ഒരു കിങ്ഷിപ്പിന്റെ രണ്ട് പില്ലേഴ്സ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും കോൺക്വസ്റ്റും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആർമിയെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ he also emphasizes on king's concern regarding internal security and foreign relations. അപ്പം ഇതിനൊക്കെ പുറമെ രാജ്യത്തിനകത്തുള്ള ഒരു ഇന്റേണൽ സെക്യൂരിറ്റിയെ കുറിച്ചിട്ടും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഏത് രീതിയിലാവണം, ആ ഒരു രാജ്യത്തിന്റെ സുരക്ഷ എത്രത്തോളം വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ചിട്ടും. അതേപോലെ തന്നെ ഫോറിൻ റിലേഷൻസ്, വിദേശ ബന്ധങ്ങളൊക്കെ എങ്ങനെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും ബറാനി വിശദീകരിക്കുന്നുണ്ട്. Then along with the enforcement of Sharia to Barani, dispensing of justice is an essential function of a sovereign. അപ്പം ഈ ഒരു ശരിയ നിയമങ്ങൾ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ആ ഒരു തുല്യമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്നത് കൂടി എന്താണ്, ഒരു രാജാവിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ടാണ് ബറാനി പറയുന്നത്. Then implementation of law and obedience to law should be the primary concern of a king. അപ്പൊ ലോ ഇംപ്ലിമെന്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ അതിന്റെ ഒബീഡിയൻസും ഉറപ്പാക്കുന്നത് ആര്, രാജാവ് എന്നുള്ളതാണ്. അപ്പൊ ബറാനിയുടെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ടും 4 സോഴ്സസ് ഓഫ് ലോ ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഖുറാൻ ആണ്, രണ്ടാമത്തേത് ഹദീസ് ആണ്, മൂന്നാമത്തേത് ഇജ്മ, നാലാമത്തേത് ഖിയാസ്. അപ്പൊ ഈ 4 സോഴ്സസ് ഓഫ് ലോന്റെ പുറമെ ബറാനി ജവാബിദ് എന്ന് പറയുന്ന പുതിയൊരു ലോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സ്റ്റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ലോ ആസ് എൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ലോ ഇൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ, ഭരണകാര്യങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ലോ ആണ് സ്റ്റേറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, അതാണ് ഈ ഒരു ജവാബിദ് എന്ന് പറയുന്നത്. അപ്പം 4 സോഴ്സസ് ഓഫ് ലോ ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. പക്ഷെ ബറാനി എന്താക്കുന്നു, സ്റ്റേറ്റ് ലോ അഥവാ ജവാബിദ് എന്ന് പറയുന്ന പുതിയൊരു ലോ കൂടി ആഡ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ സ്റ്റേറ്റ് ലോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അതൊരിക്കലും ശരീഅ നിയമങ്ങൾ ഉണ്ടല്ലോ അതിനെ കോൺട്രാഡിക്ടറി ആവാൻ പാടില്ല. അതായത് അതിന് വൈരുദ്ധ്യമായിട്ടുള്ള ഒന്നും ഈ ഒരു സ്റ്റേറ്റ് ലോയില് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി എന്തിനാണ് സ്റ്റേറ്റ് ലോ അഥവാ ജവാബിദ്? അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ വർക്കിനെ റെഗുലേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ഒരു ലോയാലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ബറാനി പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബറാനി ഓൾസോ ടോക്ക് അബൌട്ട് ദ recognition of individual rights, that is the rights of wife, children, all the servants, slaves, and considers the recognition of people's rights as a basis of the state. So ഇങ്ങനെ ഈ വൈഫ്, അതുപോലെ തന്നെ മക്കളുടെ അധികാരങ്ങള്, അവകാശങ്ങള്, ഓൾ ദ സെർവൻസ്, സ്ലേവ്സ്, ഇവരുടെ അവകാശങ്ങളെയൊക്കെ ബറാനി ഉണ്ടാക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഈ ഒരു എന്താണ്, ഈ ഒരു റെക്കഗ്നിഷൻ ആണ് പീപ്പിൾസിന്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളുടെ റെക്കഗ്നിഷൻ ആണ് സ്റ്റേറ്റിന്റെ ഒരു ബേസിക് കാര്യമായിട്ട് ബറാനി പറയുന്നത്. ദെൻ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പണിഷ്മെന്റ് വാസ് കൺസിഡേർഡ് ആസ് എൻ എസെൻഷ്യൽ മീൻസ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ സ്റ്റേറ്റ്. ഇപ്പൊ സ്റ്റേറ്റിന്റെ അകത്ത് ഈ ഒരു പൗരന്മാരുടെ ഇടയിലെ ആ ഒരു അച്ചടക്കം വളർത്തുന്നതിന് വേണ്ടിയിട്ട് പണിഷ്മെന്റ്
അനിവാര്യമാണ് എന്നുള്ള കാര്യം ബറാനി അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം പല കേസുകളിലും എന്താണ് രാജാവിന് ഒരു ഡെത്ത് പണിഷ്മെന്റ് വരെ കൊടുക്കാം എന്നുള്ള ഒരു നിലപാടാണ് ബറാനിക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇതാണ് ബറാനിയുടെ ഈ ഒരു ഫത്വാഹി ജഹാൻദാരി എന്ന് പറയുന്ന ഒരു വർക്കിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ രാഷ്ട്രീയ ചിന്താഗതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഓഥറും അദ്ദേഹത്തിന്റെ വർക്കിലേക്കും വരുമ്പോൾ അബുൽ ഫസൽ ആണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് ഐനി അക്ബരി എന്ന് പറയുന്നത്. അപ്പം അബുൽ ഫസലിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മൾ ഈ ഒരു മെഡീവൽ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും കേൾക്കുകയും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഐനി അക്ബരി എന്ന് പറയുന്നത്. അപ്പം അബുൽ ഫസൽ എന്ന് പറയുന്നത് 16ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തകനായിരുന്നു. ഇമ്പോർട്ടന്റ് തിങ്കേഴ്സ് ഓഫ് ദ 16th century in India. Abul Fazl was influenced by the idea of the divine nature of royal power. He made a distinction between a true king and a selfish ruler. അബുൽ ഫസലും ഈ ഒരു ഡിവൈൻ റൈറ്റ് തിയറിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ദെൻ അദ്ദേഹം ഒരു സെൽഫിഷ് റൂളറും അതോടൊപ്പം തന്നെ ഒരു ട്രൂ കിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പം അബുൽ ഫസലിന്റെ അഭിപ്രായത്തില് ഒരു ട്രൂ കിങ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? സ്വന്തം കാര്യങ്ങളൊന്നും എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മുൻഗണന കൊടുക്കുന്ന ആളായിരിക്കും ഒരു ട്രൂ കിങ് എന്നുള്ളതാണ് അബുൽ ഫസല് അഭിപ്രായപ്പെടുന്നത്. To him, an ideal sovereign is like a father who rules for the common welfare and is guided by the law of God. അബുൽ ഫസലിന്റെ അഭിപ്രായത്തില് ഒരു ഐഡിയൽ കിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പിതാവിനെ പോലെയാണ്. അപ്പൊ ആ ഒരു ഫാദർ അദ്ദേഹത്തിന്റെ മക്കളെ ഏത് രീതിയിൽ അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ മറ്റു ക്ഷേമങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നോ ആ രീതിയിലായിരിക്കണം ഒരു ഐഡിയൽ കിങ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിലെ ജനങ്ങളെ പരിപാലിക്കാൻ. ഒരു ഫാദർ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മക്കളെ പരിപാലിക്കുന്നത് അതിന് തുല്യമായിട്ട് തന്നെ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അബുൽ ഫസൽ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കിങ്ങിനെയാണ് അദ്ദേഹം ഐഡിയൽ കിങ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അബുൽ ഫസൽ ഒരു സെൽഫിഷ് റൂളറും ഒരു ട്രൂ കിങ്ങിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്? സോ അബുൽ ഫസൽ believed in the divine light of royalty. He did not envisage any role of the intermediaries to communicate the divine order. അപ്പം അബുൽ ഫസൽ പറയുന്നത് എന്താണ്? ഈ ഒരു രാജാവിന്റെ അധികാരം ഉണ്ടല്ലോ അത് ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രകാശമാണ്, അതായത് ദൈവത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. ആൻഡ് എ റേ ഫ്രം ദ സൺ, സണ്ണിൽ നിന്നുള്ള ഒരു റേ ആണ് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെന്താണ് ഫാരി ഇസീദി എന്നുള്ള രീതിയിലൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഒരു രാജാവ് എന്ന് പറയുന്നത് എന്താണ്? രാജാവിന് ദൈവം നൽകിയിട്ടുള്ള ഒരു പ്രകാശം, അതായത് ഫേമസ് ഉണ്ട്. രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ ഭൂമിയിലെ റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ളതാണ്. സോ ഇവിടെ അബുൽ ഫസൽ പറയുന്നത് അങ്ങനെ ആയിരിക്കെ തന്നെ അവിടെ എന്താണ് ഗോഡുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ യാതൊരു ഇന്റർമീഡിയറീസിന്റെ ആവശ്യവുമില്ല. അതായത് ഇപ്പം നമ്മൾ ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മിൺസിന്റെ ഒരു ആവശ്യം ഗോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ബ്രാഹ്മിൺസിന്റെ ആവശ്യം വരുന്നത് പോലെ ഇവിടെ ഉലമാസിന്റെയോ അല്ലെങ്കിൽ മുജ്തഹിദ്സിന്റെയോ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ അബുൽ ഫസൽ പറയുന്നത്. Core of his political ideas was the belief that the king should be guided by the principles of universal good, and to fulfill his royal duty, he could go beyond the holy law. നമ്മൾ നേരത്തെ സിയാവുദ്ദീൻ ബറാനിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? മതത്തിനെ സംരക്ഷിക്കുക, അതായത് മതത്തിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ന്യായീകരിക്കപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. സോ അതുപോലെ ഇവിടെ അബുൽ ഫസൽ വിശ്വസിക്കുന്നത് എന്താണ്? അവിടെ ഒരു യൂണിവേഴ്സൽ ഗുഡിന് വേണ്ടിയിട്ട്, അതായത് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മത നിയമങ്ങൾക്കപ്പുറം ആ ഒരു പരിധിക്ക് അപ്പുറം പ്രവർത്തിക്കാം എന്നുള്ള ഒരു കാര്യമാണ് അബുൽ ഫസൽ മുന്നോട്ട് വെക്കുന്നത്. ദെൻ അബുൽ ഫസലിന്റെ ഈ ഒരു ഐനി അക്ബറിയിലൂടെ അക്ബർ കൊണ്ടുവന്നിട്ടുള്ള പല റിഫോംസിനെ കുറിച്ചിട്ടും അദ്ദേഹം പ്രതിപാദിക്കുന്നത്, അതായത് ജിസിയ അബോളിഷ് ചെയ്തതോ അതുപോലെ തന്നെ ബാൻ ഓൺ കൗ സ്ലോട്ടർ, അതായത് ഈ ഒരു കൗവിന്റെ ആ ഒരു സ്ലോട്ടറിനെ ബാൻ ചെയ്തിട്ടുള്ള കുറെ റിഫോംസ് അദ്ദേഹത്തിന് ഈ ഒരു വർക്കിലൂടെ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്?
ആ ഒരു മതസഹിഷ്ണുതയാണ് എന്നുള്ളതാണ്. ദെൻ അബുൽ ഫസലിന്റെ ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്, അബുൽ ഫസൽ വാസ് എ ബിലീവർ ഇൻ സ്ട്രോങ് സെൻട്രലൈസ്ഡ് മൊണാർക്കിയൽ ഗവൺമെന്റ്. ഒരു സ്ട്രോങ് സെൻട്രലൈസ്ഡ് മൊണാർക്കിയൽ ഗവൺമെന്റിനാണ് അബുൽ ഫസൽ മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് ഫോർ ബെറ്റർ ഗവേണൻസ് ഹി അഡ്വക്കേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് അമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആവുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു വിവിധ വകുപ്പുകളായിട്ട് വിഭജിക്കാനും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അബുൽ ഫസലിലെ ഈ ഒരു സൊസൈറ്റിയെ തന്നെ 4 ടയറുകളായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Abul Fazl classified society into a 4-tier system where rulers and warriors occupy the first position. അപ്പൊ ആ ഒരു 4 tier എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു പിരമിഡ് എടുക്കാം. അപ്പൊ അതിലെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? റൂളേഴ്സും വാരിയേഴ്സും ആണ്. ദെൻ രണ്ടാമത്തെ ഒരു പൊസിഷനിൽ വരുമ്പോൾ അവിടെ വരുന്നത് ഈ ലേൺഡ് പീപ്പിൾസ് ആണ്. ദെൻ ആർട്ടിസൻസും മെർച്ചൻസും ആണ് തേർഡിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് ഒരു 4th കാറ്റഗറി എന്ന് പറയുന്നത് ലേബറേഴ്സ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് അദ്ദേഹം സമൂഹത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട വർക്ക്സ് ആയിട്ടുള്ള ഫത്വാഹി ജഹാൻദാരിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്താഗതിയെ കുറിച്ചിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പം മധ്യകാലഘട്ടത്തിൽ നോക്കുമ്പോൾ എന്താണ് അവിടെ ഒരു ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് വരുന്നത് റിലീജിയൻ ആൻഡ് പൊളൈറ്റി എന്നുള്ളതാണ്. നമ്മൾ മധ്യകാലഘട്ടത്തിലെ രാഷ്ട്രീയ ചിന്താഗതിയെ കുറിച്ച് നോക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഏഷ്യൻ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചിന്താഗതിയെ കുറിച്ച് നോക്കുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ മതവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും അതിനൊരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഗാന്ധിജിയുടെ ഒരു അഭിപ്രായത്തിൽ ഗാന്ധി പറയുന്നത്, ഗാന്ധി സെഡ് ദാറ്റ് those who talks about the separation of religion and politics do not know what religion is. അപ്പം ഇവിടെ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണ് മതം എന്നുള്ളത്, എന്താണ് യഥാർത്ഥ മതം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഗാന്ധിജി പറയുന്നത്. ഇനി നമുക്ക് മൗലാന ആസാദ് എന്താണ് പറയുന്നത് നോക്കാം. There will be nothing left with us if we separate politics from religion. നമ്മൾ ഈ ഒരു മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിലും നമ്മളുടെ സൊസൈറ്റിയിലും ഒന്നും ഉണ്ടാവില്ല. അവിടെ ശൂന്യത മാത്രമാണ് ഉണ്ടാവുക. കാരണം നമ്മളുടെ മതം എന്ന് പറയുന്നത് അത്രയും ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്കറിയാം, ഗാന്ധിജി ആണെങ്കിലും അതുപോലൊപ്പം തന്നെ മൗലാന ആസാദ് ആണെങ്കിലും രണ്ടുപേരും 2 വ്യത്യസ്ത റിലീജിയനിലുള്ള ആളുകളാണ് അല്ലെ. ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുവാണ്, മൗലാന ആസാദ് ഒരു മുസ്ലിമാണ്. പക്ഷെ രണ്ടുപേരും ഒരു കാര്യത്തില് ഒക്കെയാണുള്ളത്, ഉറച്ചു നിൽക്കുന്നുണ്ട്, മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലൂറൽ സിവിലൈസേഷൻ ആണ് അല്ലെ. ഇപ്പം നിരവധി മതത്തിലുള്ള ആളുകൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും മുസ്ലിം മതസ്ഥരും സിഖുകാരും ക്രിസ്ത്യൻസും ഒക്കെ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും പല കാര്യങ്ങളിലും വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ അതിലൊക്കെ ഉപരി അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെ എല്ലാ മതവും മനുഷ്യർക്കിടയിൽ എന്താണ് പല മൂല്യങ്ങളും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് സത്യസന്ധത, അതുപോലെ തന്നെ ഹ്യൂമിലിറ്റി, സെൽഫ്ലെസ്നെസ്, കമ്പാഷൻ, സർവീസ് ടു സൊസൈറ്റി, ഇങ്ങനെയുള്ള മോറൽ വാല്യൂസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടാണ്? മതങ്ങളിൽ നിന്നാണ്. ഇത് ഹിന്ദു മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ബുദ്ധജൈന മതങ്ങളാണെങ്കിലും ഒക്കെ അതൊക്കെ എന്താണ് നമ്മളെ ടീച്ച് ചെയ്യുന്നത്? മോറൽ വാല്യൂസ് ആണ്. സോ ഈ ഒരു മോറൽ വാല്യൂസിനെ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ശരിയായ രീതിയിലുള്ള വികസനം നടക്കുന്നത്. ഇവിടെ മതവും രാഷ്ട്രീയവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ജനങ്ങളുടെ ക്ഷേമം ഉണ്ടാവുകയുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താനും മൊത്തത്തിൽ ആ ഒരു രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മള് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ ഒരു നമുക്ക് പല മോറൽ വാല്യൂസും ലഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനത്തെ ആ ധർമ്മം, നീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാതാവും.
എന്നിട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും അധികാരമോഹികളുടെ മാത്രം കുത്തകയായിട്ട് മാറും. അതായത് അധികാരത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറും. അതുകൊണ്ടാണ് മതത്തെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്നും വേർതിരിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് ഗാന്ധിജിയാണെങ്കിലും മൗലാന ആസാദ് ആണെങ്കിലും ഒക്കെ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലെ ഒരു പ്രധാന ഫീച്ചർ ആണല്ലേ സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് മീൻ ബൈ സെക്യുലറിസം? അല്ലെ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നൊക്കെ പറയും. അപ്പം നമ്മളുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് രീതിയിലാണ് സെക്യുലറിസത്തിനെ കാണുന്നത്? സെക്യുലറിസം എന്ന് പറയുമ്പം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിനെ അതിനെ എന്താണ് അത്ര തന്നെ താഴ്ത്തി കാണുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ മതത്തിനെയും തുല്യമായിട്ടാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ ഇവിടെ സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പം എസ് രാധാകൃഷ്ണൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു സെക്യുലറിസം എന്ന് പറയുന്നത് ഒരിക്കലും എത്തിസം അല്ല. എത്തിസം എന്ന് വെച്ചാൽ എന്താ? ഒരു മതം മുഴുവനും നിരാകരിക്കുക അല്ലെങ്കിൽ ദൈവത്തെ മുഴുവൻ നിരാകരിക്കുക എന്നുള്ളതാണ് എത്തിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു രീതിയിലല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ ഇന്ത്യയിലെ ഈ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ വൈവിധ്യമാണ്. പക്ഷെ ആ ഒരു വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ ആ ഒരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരാണെങ്കിലും അതിലെല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നുള്ള ഒരു വേർതിരിവില്ല. നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു സമയത്ത് എല്ലാവരും അത് ഇന്ത്യൻ്റെതാണല്ലേ, നമ്മളുടെ ഒറ്റ രാജ്യം ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ഒരു ആഘോഷമായതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും പ്രത്യേക മതം വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അവര് മാത്രം ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ആ ഒരു ജാതി മത ഭേദമന്യേ ആ ഡിഫറൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി എന്നുള്ളതാണ്. Thus, Indian secularism is rooted in religious traditions themselves. Tolerance, harmony, universalism. അപ്പം ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ബേസിക്കലി എന്തിനെ ബേസിലുള്ളതാണ്? ടോളറൻസ്, ഹാർമണി, യൂണിവേഴ്സലിസം ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്നുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയിലെ പല കാലങ്ങളിലായിട്ട് ഈ ഒരു രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബ്രാഹ്മണിക്കൽ പീരീഡ് എടുക്കാം. ഇപ്പം ബ്രാഹ്മണിക്കൽ പീരീഡ് എന്ന് പറയുമ്പം അവിടെ ഒരു ബ്രാഹ്മൺസിന്റെ ഭയങ്കര എന്താണ് അവര് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇവർക്കാണ് എല്ലാത്തരം സുപ്രീമസി ഉണ്ടായിരുന്നത് അല്ലെ ആ ഒരു കാലഘട്ടത്തില്. അപ്പം ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഇതിനൊക്കെ എതിരെയായിട്ടാണ് ബുദ്ധിസം, ജൈനിസം പോലെയുള്ള പുതിയ ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ എമേർജ് ചെയ്തു വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പോലും ബ്രാഹ്മണിസം അത്രയും ഹോൾഡ് ഉണ്ടായിട്ടുള്ള ഒരു സമയത്ത് പോലും അതിനെ എന്താണ് എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിസം, ജൈനിസം പോലെയുള്ള മതങ്ങളെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു മൗര്യൻ കാലഘട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അശോകൻ അല്ലെ, അശോകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ബുദ്ധിസത്തിനെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇനി അശോകന്റെ ഫാദർ ആയിട്ട് വരുന്ന ബിന്ദുസാര എന്ന് പറയുമ്പോഴോ അദ്ദേഹം ഒരു അജൈവിക സെക്റ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാ മതങ്ങളെയും ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഓരോ ഫെയ്ത്തുകളെയും റിലീജിയനുകളെയും യാതൊരു വ്യത്യാസവും കൂടാതെ പല രാജാക്കന്മാരും അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ എന്താണ് ഈ ഒരു റിലീജിയസ് അക്കോമഡേഷന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഇനി നമ്മള് മിഡീവൽ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മുസ്ലിം രാജവംശമാണ് ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും അവര് ഈ ഒരു ഇസ്ലാം മതത്തെ സ്റ്റേറ്റിന്റെ റിലീജിയൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെയാണ് സൂഫിസം എമേർജ് ചെയ്തു വരുന്നത്. പക്ഷെ സൂഫിസത്തിലൂടെ അതെന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്? ലവ്, യൂണിവേഴ്സൽ ബ്രദർഹുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് സൂഫിസം സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. നമ്മള് മുഗൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ അക്ബറിന്റെ ദിൻ ഇലാഹി എന്ന് പറയുന്ന പുതിയൊരു മതം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ദിൻ ഇലാഹി എന്ന് പറയുന്നത് ഒരു സിൻക്രറ്റിക് റിലീജിയൻ ആണ്. അതായത് വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള നല്ല നല്ല ആശയങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു റിലീജിയൻ ആണ് അക്ബറിന്റെ ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെയൊക്കെ ഒരു എന്താണ് ബേസിക് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യർക്ക് ഒരു വെൽഫെയർ, ഹ്യൂമൻ വെൽഫെയർ ആണ് ഈ ഒരു ഇതിലൂടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ ഭക്തി മൂവ്മെന്റിന്റെ ആ ഒരു പീരീഡിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഹ്യൂമൻ ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഹാർമണി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്റർ റിലീജിയസ് ഇന്ററാക്ഷൻ.
നമുക്ക് ഈ ഒരു സൂഫിസത്തിനെ പല സിഖ് ഗുരുസിനെയും അത് നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സിഖിലെ തന്നെ ഗുരുനാനാക്കിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ് ആയിട്ട് പല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു, ഹിന്ദുസ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ മതത്തിലുള്ള ആളുകൾക്കും അതിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കോമൺ ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. അപ്പം അവിടെ നമുക്ക് ഒരിക്കലും ഒരു മതം മാത്രമാണ് ശരി അല്ലെങ്കിൽ മറ്റൊരു മതം മാത്രമാണ് ശരി എന്ന് പറയാൻ കഴിയില്ല. കാരണം എല്ലാ മതങ്ങളും പരസ്പരം എന്താണ് ഇന്ററാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മളുടെ ശിവജി, അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ബാറ്റിൽസിന്റെ സമയത്ത് തന്നെ ഖുറാനൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഏൽപ്പിക്കണം, അതിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു നിലപാടെടുത്തിരുന്ന ആളാണ് ശിവജി. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് രാജ്ധർമ്മ എന്ന് പറയുന്നത്. അപ്പം രാജാവാണല്ലോ ഒരു സ്റ്റേറ്റിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. അപ്പം രാജാവിന് പല കടമകളുണ്ട്. അദ്ദേഹത്തിന്റെ കടമകളായിട്ട് പറയുന്നത് എന്താണ്? ജസ്റ്റിസ്. ഫസ്റ്റ് വൺ, എല്ലാവർക്കും എന്താണ് നീതി ഉറപ്പാക്കുക. ദെൻ വെൽഫെയർ, എല്ലാവരുടെയും ഒരു ക്ഷേമം ഉറപ്പുവരുത്തുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അപ്പം ജനങ്ങളുടെ ജീവിതത്തിനും അവരുടെ സ്വത്തിനും സംരക്ഷണം നൽകുക. ഇതൊക്കെയാണ് രാജാവിന്റെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, കടമ എന്ന് പറയുന്നത്. ഇവിടെ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എത്തിക്കൽ ഡ്യൂട്ടിയാണ്. അല്ലാതെ അവിടെ ഒരു പ്രത്യേക മതത്തിന് കൂടുതൽ ഡോമിനൻസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇവിടെ എന്താണ് റിലീജിയൻ എന്ന് പറയുന്നത്? ഒരു എത്തിക്കൽ ഡ്യൂട്ടിയാണ്, നോട്ട് സെക്ടോറിയൽ ഡോമിനൻസ്. ഏതെങ്കിലും ഒരു മതത്തിന് ഒരു ഡോമിനൻസ് കൊടുക്കുന്ന ഒന്നല്ല. Then misuse of religious sentiments for political gain, deviation, not principle. അതായത് പല ഭരണാധികാരികളും അവര് ജനങ്ങളുടെ ഒരു മതപരമായിട്ടുള്ള വികാരങ്ങളെ മിസ്യൂസ് ചെയ്തിട്ട് അതിനെ രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പം ഈ ഒരു സംഭവം അത് രാജധർമ്മക്കെതിരെയാണ്. അത് ആ ഒരു രാജധർമ്മയിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഓരോ വ്യക്തികൾക്കും അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ട് അതിനെ അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. Then religion and politics in India were historically integrated, not diverged. അപ്പം നമുക്കൊരിക്കലും ഇന്ത്യയിലെയും രാഷ്ട്രീയത്തിനെയും മതത്തിനെയും പരസ്പരം എന്താക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്താണ്? ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്? അതിനെ പറയുന്നത് സർവധർമ്മ സംഭവ എന്നുള്ളതാണ്. അതായത് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻസ്, എല്ലാ മതങ്ങൾക്കും ഒരുപോലെ കാണുക. പ്രത്യേക മതമായിട്ട് ഒരാളെയും കാണാതിരിക്കുക. ഇനി ആരും ഈ ഒരു മതത്തിൽ തന്നെ വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് കാണുക എന്നുള്ളതാണ് ഇന്ത്യൻ സെക്യുലറിസം അഥവാ സർവധർമ്മ സംഭാവ എന്നുള്ളത്. അപ്പം ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ടോളറൻസ്, ഡൈവേഴ്സിറ്റി, യൂണിവേഴ്സൽ മോറൽ വാല്യൂസ്, ഇതിനൊക്കെയാണ് അത് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ ഗാന്ധിജി, മൗലാന ആസാദ് തുടങ്ങിയിട്ടുള്ള ലീഡേഴ്സ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു മതത്തിനെ പൊളിറ്റിക്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം മിസ്യൂസും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഒരു വാർണിംഗ് തരാണ് ഗാന്ധിജിയൊക്കെ ചെയ്യുന്നത്. അതായത് ജനങ്ങളുടെ ഒരു മതപരമായിട്ടുള്ള വികാരത്തെ ഒരിക്കലും പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു കാര്യത്തെ മിസ്യൂസ് ചെയ്യരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഗാന്ധിജിക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അപ്പൊ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മള് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ ജൂൺ 2020 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിസ്ക്രൈബ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. അപ്പം ഏൻഷ്യൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ തോട്ടിന്റെ മെയിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. അപ്പം എന്താണ് ഈ ഒരു ഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണാധികാരിയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു അധികാരം കൈവശം വരുത്തുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് എന്താണ്? ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ ദൗത്യം എന്ന് പറയുന്നത്.
അപ്പം ഓരോ ഭരണാധികാരിയും ഒരു ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏൻഷ്യൻ കാലഘട്ടത്തിലെ അവര് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഓരോ രാജാവും എന്ന് പറയുന്നത് എന്താണ്, ധർമ്മത്തിന്റെ സംരക്ഷകനായിരുന്നു എന്നുള്ളതാണ്. ദെൻ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും മതത്തെയും രാഷ്ട്രീയത്തെയും പരസ്പരം വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ. കാരണം മതവും രാഷ്ട്രീയവും എന്ന് പറയുന്നത് അത് അങ്ങനെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, നീതി നടപ്പിലാക്കുക, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ മറ്റൊരു കാര്യം പറയുന്നത് ഇവിടെ രാജാവിന്റെ കുറച്ച് കടമകളായിട്ട് പറയുന്നത് എന്താണ്, സമൂഹത്തിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, എല്ലാവർക്കും ജസ്റ്റിസ് ഉറപ്പാക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു രാജാവിന്റെ കടമകളായിട്ട് പറയുന്നത്. ദെൻ ഈ ഒരു ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് എന്ത്, ദണ്ഡ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അർത്ഥശാസ്ത്രയില് അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഡിസംബർ 2021 ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് an essay on the distinctive features of pre-modern political thought. അപ്പം പ്രീ മോഡേൺ പൊളിറ്റിക്കൽ തോട്ടിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഏതാനാണ്. അപ്പം ആദ്യം നമ്മൾ ഈ ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ചിട്ട് എഴുതാം. ദെൻ നമ്മൾ മിഡീവൽ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ അബുൽ ഫസലും അതുപോലെ ഇപ്പം തന്നെ നമ്മളുടെ സിയാവുദ്ദീൻ ബറാനിയും ഒക്കെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവരുടെ ഓരോ ഐഡിയാസ് എന്തായിരുന്നു, ഓരോ കോൺസെപ്റ്റുകൾ എന്തൊക്കെയായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഇതിലേക്ക് എഴുതാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ജൂൺ 2023 ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് എ ക്രിട്ടിക്കൽ എസ്സേ ഓൺ ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്രീ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. ഇപ്പം പ്രീ മോഡേൺ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ തോട്ടിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സിനെ ഒരു വിമർശനാത്മകമായിട്ട് വിലയിരുത്താനാണ് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഈ മുമ്പ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആൻസർ തന്നെ എഴുതാം. ഏൻഷ്യൻ കാലഘട്ടത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ തോട്ട് എങ്ങനെയായിരുന്നു, ദെൻ മിഡീവൽ കാലഘട്ടത്തിലേത് എന്താണ്, ഇനി അതിന്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അതിന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെമോക്രാറ്റിക് വാല്യൂസിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അല്ലെ. ഇപ്പം ഏൻഷ്യൻ കാലഘട്ടത്തിൽ ആ ഒരു മൊണാസ്ട്രീസിലേക്ക് ചെറിയ രീതിയിലേക്ക് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്നെങ്കിലും കൂടിയിട്ട് ഡെമോക്രസിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാസ്റ്റ് ഹൈറാർക്കിയാണ്. അതായത് ഇപ്പം നമ്മൾ ഏൻഷ്യൻ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സോഷ്യൽ ഹൈറാർക്കി ഉണ്ട് അല്ലെ. ആ ഒരു ഹൈറാർക്കിയെ കുറിച്ചിട്ട് നമുക്ക് എഴുതാം. ദെൻ അബുൽ ഫസൽ പറയുന്നുണ്ട്, അതായത് അദ്ദേഹം ഒരു 4 tier സിസ്റ്റം ആണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ടൈറ്റിലാണ് അദ്ദേഹം സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്തരം കാസ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയ ചിന്തയുടെ ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളത് അങ്ങനെ എഴുതാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ 2022 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് 2024 ജൂണിലും ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഇൻ പ്രീ മോഡേൺ ഇന്ത്യ പൊളിറ്റിക്കൽ തോട്ട്. ഇപ്പം പ്രീ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലെ റിലീജിയനും പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു. നമുക്ക് ഒരിക്കലും ഈ ഒരു റിലീജിയനെ പൊളിറ്റിക്സിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളിപ്പം ഒരു ഏൻഷ്യൻ പീരീഡിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു കാലഘട്ടത്തിൽ രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ധർമ്മ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി. അപ്പൊ രാജാവ് എന്ന് പറയുന്നത് ആരാണ്, ധർമ്മയുടെ ഒരു പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ എന്നുള്ളതാണ് രാജാവിനെ തന്നെ പറയുന്നത്. ഭരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഒരു രാജാവിന്റെ സബ്ജക്ട്സിന്റെ വെൽഫെയർ, ദെൻ ധർമ്മ സംരക്ഷിക്കുക, നീതി ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു രാജാവിന്റെ പ്രധാന കടമകളായിട്ട് പറയുന്നത്. ദെൻ കാസ്റ്റ് ഹൈറാർക്കി ആ ഒരു മതത്തിന്റെ പേരിലെ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് ഒരു ഏൻഷ്യൻ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇനി നമ്മള് കൗടില്യന്റെ അർത്ഥശാസ്ത്രയിൽ എന്താണ് പറയുന്നത്, അവിടെ അദ്ദേഹം മതത്തിന് വലിയ ഒരു റോളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും രാജാവ് ഒരു ധർമ്മം പാലിക്കണം എന്നുള്ളൊരു കാര്യം അദ്ദേഹവും പറയാണ് ചെയ്യുന്നത്. അപ്പം രാജാവിന്റെ കടമയായിട്ട് അർത്ഥശാസ്ത്രയിലൂടെ കൗടില്യം പറയുന്നത് എന്താണ്,
രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ നന്നായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് രാജാവിന്റെ കടമകളായിട്ട് അർത്ഥശാസ്ത്രയില് കൗടില്യൻ പറയുന്നത്. ഇനി നമ്മൾ മിഡീവൽ കാലഘട്ടത്തിലേക്ക് വരുമ്പം അവിടെ പത്വാഹി ജഹാൻദാരിയിലാണെങ്കിലും ഐനി അക്ബരിയിലാണെങ്കിലും അവിടെ എന്താണ് ഒരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ആണ് ഇന്ത്യയിലെ ആ ഒരു രാഷ്ട്രീയ ചിന്താഗതിക്ക് ഉണ്ടായത്. അപ്പം പത്വാഹി ജഹാൻദാരിയിൽ ബറാനി പറയുന്നത് എന്താണ്, ഈ ഒരു ശരീഹ നിയമങ്ങളെ പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അവിടെ രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് മതത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ മതത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവ് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ന്യായീകരിക്കപ്പെടും എന്നുള്ളതാണ് ബറാനി അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ ബറാനിയുടെ അഭിപ്രായത്തിൽ ദൈവം രാജാവ് എന്ന് പറയുന്നത് ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഇനി നമ്മൾ അബുൽ ഫസലിലേക്ക് വരാണെങ്കിൽ അബുൽ ഫസൽ കുറച്ചുകൂടി ഹ്യൂമാനിറ്റി ഉള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതായത് മൊത്തത്തിൽ ഒരു യൂണിവേഴ്സൽ ഗുഡ് ആണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. അബുൽ ഫസലിന്റെ അഭിപ്രായത്തിൽ അവിടെ ദൈവവും അതുപോലെ തന്നെ ഈ ഒരു രാജാവും തമ്മിലുള്ള ഇന്ററാക്ഷന് അതിന്റെ ഇടയിൽ ഇന്റർമീഡിയറീസിന്റെ ആവശ്യമില്ല. അപ്പം ബ്രാഹ്മൺസ് ഏഷ്യൻ കാലഘട്ടത്തിലുള്ളതുപോലെ ഇവിടെ ഉലമാസിന്റെയോ അല്ലെങ്കിൽ മുജ്തഹിദ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ഒരു പ്രസൻസ് അവിടെ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് അബുൽ ഫസലിന് ഉണ്ടായത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മതത്തിനെ ഒരിക്കലും പൊളിറ്റിക്സിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 ജൂണിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ വാട്ട് വേസ് റിലീജിയൻ ഇൻഫ്ലുവൻസ് ദ പൊളൈറ്റി ഇൻ പ്രീ മോഡേൺ ഇന്ത്യ? ഇപ്പം പ്രീ മോഡേൺ കാലഘട്ടത്തിലെ ഒരു റിലീജിയൻ ഏത് രീതിയിലാണ് ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ മതത്തിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ധർമ്മ നല്ലപോലെ നടപ്പിലാക്കുന്നു എന്ന് നോക്കുക, ഇതൊക്കെയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഒരു ഫിഫ്ത്ത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജൂൺ 2021 ചോദിച്ചിട്ടുള്ളതാണ്. ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സോവറിനിറ്റി ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പം മിഡീവൽ കാലഘട്ടത്തിലെ ഒരു സ്റ്റേറ്റിന്റെയും സോവറിനിറ്റിയുടെയും നേച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മളോട് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം മിഡീവൽ കാലഘട്ടത്തിലെ സ്റ്റേറ്റിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ഒരു മൊണാർക്കിയൽ സ്റ്റേറ്റ് ആണ്. അവിടെ രാജാവാണ് അവിടുത്തെ പരമാധികാരി. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? രാജാവാണ്. അപ്പം രാജാവിന്റെ ഒരു ഭരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മതസംരക്ഷണമാണ്. അപ്പൊ ബറാനിയുടെ ഒക്കെ അഭിപ്രായത്തിൽ എന്താണ്? ഒരു ശരിയായ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബറാനിയുടെ ഒക്കെ അഭിപ്രായത്തിൽ രാജാവിന്റെ പ്രധാന കടമയായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു മതത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീജിയനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് പ്രവർത്തനം ചെയ്താലും അത് ന്യായീകരിക്കപ്പെടും എന്നുള്ളൊരു കാര്യവും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ രാജാവിന്റെ മറ്റു കടമകളായിട്ട് പറയുന്നത് എന്താണ്? ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ജസ്റ്റിസ് നടപ്പിലാക്കുക, ജനങ്ങളുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക. ഇപ്പൊ ജനങ്ങളുടെ വെൽഫെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു മിഡീവൽ കാലഘട്ടത്തിൽ നമുക്ക് അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ജനങ്ങളുടെ ഒരു ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അദ്ദേഹം ജിസിയ ഒഴിവാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു കൗ സ്ലോട്ടർ അദ്ദേഹം ബാൻ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി എന്താണ് വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അക്ബർ. then അദ്ദേഹം ഒരു കാര്യത്തെ അക്ബറിന്റെ അത്തരം കാര്യങ്ങളെ ഐനി അക്ബരിയിലൂടെ നമ്മളുടെ അബുൽ ഫസല് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാണ്. കാരണം അബുൽ ഫസലും ഇത്തരത്തിലൊരു വെൽഫെയർ ആക്ടിവിറ്റീസിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ്. ദെൻ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സൈന്യമാണ്. അപ്പം അവിടെ ഈ ഒരു കോൺഗ്രസ്റ്റും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് വേണം? ആർമി വേണം. അപ്പം ആർമി എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ്. ആർമി ഉണ്ടെങ്കിൽ മാത്രമേ രാജാവിന് കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കിയിട്ടും അതോടൊപ്പം തന്നെ ഒരു രാജ്യഭരണം കൂടുതൽ നല്ലൊരു സുരക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ദെൻ ഭരണകാര്യങ്ങള് അത്രയും കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാനും അവർ സ്മൂത്ത് ആയിട്ട് അത് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പരമാധികാരം എന്ന് പറയുമ്പോൾ അഥവാ സോവറിനിറ്റി എന്ന് പറയുമ്പോൾ രാജാവിന്റെ ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുള്ളതാണ്. അതായത് ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിനിധിയാണ് രാജാവ് എന്നുള്ള ഒരു തിയറിയാണ് ഇവിടെ ബറാനിയായിട്ട് പറയുന്നത്. അതായത് ഡിവൈൻ തിയറി എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? അതായത് 4 സോഴ്സസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ബറാനി പുതിയൊരു സ്റ്റേറ്റ് ലോ അതായത് സവാബിത്ത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഖുറാന്, ഹദീസ്, ഇജ്മ, കിയാസ്, സവാബിത്ത് ഇങ്ങനെ 4 സോഴ്സസ് ഓഫ് ലോ ആണ് ഉണ്ടായിരുന്നത്. ദെൻ നമ്മള് ഈ ഒരു
അക്ബറിന്റെ അബുൽ ഫസലിലേക്ക് വരുമ്പോൾ അബുൽ ഫസലിന് കുറച്ചും കൂടി വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ ഗുഡിന് വേണ്ടിയിട്ട് അത് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അബുൽ ഫസൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് രാജാവിന് ആ ഒരു മതത്തിന്റെ പരിമിതികൾക്കപ്പുറം സഞ്ചരിക്കാൻ സാധിക്കും. ഒരു പിതാവ് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മക്കളെ സംരക്ഷിക്കുന്നത് ആ രീതിയിലായിരിക്കണം രാജാവ് തന്റെ സബ്ജക്ട്സിനെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു നിലപാടാണ് അബുൽ ഫസലിന് ഉണ്ടായിരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അത് വളരെ ഷോർട്ടാക്കി കുറച്ചുകൂടി ബ്രീഫ് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുക. ഏതാണ് ഷോർട്ട് എസ്സി ആയിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ ലോങ് എസ്സി ആയിട്ടാണോ വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ യൂണിറ്റുമായിട്ട് കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.